എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ അതിന്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയില് ഞാൻ ഇന്നത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് നിഫ്റ്റി ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു തന്നത്. പ്ലാൻ പ്രകാരം എവിടെ ഓപ്പൺ ആയാലും ആദ്യത്തെ ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ക്യാൻഡിലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പൊ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവലുകൾ ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. എവിടെ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നും കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് കിട്ടിയത് ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ്. പിന്നീട് അത് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തു. എന്നാൽ ഡേയ്സ് ലോവിനെ ബ്രേക്ക് ചെയ്തില്ല. ആദ്യത്തെ ക്യാൻഡിലെ ലോവിനെ ബ്രേക്ക് ചെയ്തില്ല. മുകളിലോട്ട് കയറിയപ്പോൾ എന്തായി, നമുക്ക് ഡയറക്ഷൻ മനസ്സിലായി. ഡയറക്ഷൻ മനസ്സിലായപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് എൻട്രി എടുത്തു. ഒന്നുകിൽ ആ ഡിസ്കൗണ്ടിൽ വരുന്ന റിജക്ഷൻ ക്യാൻഡിലിന്റെ തൊട്ട് താഴെ സെൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ഈ എസ് എൽ സേഫ് അല്ല, പക്ഷെ ചെറിയ എന്താ പറയാ ഒരു റിസ്കി എൻട്രി ആണ്. എന്നാൽ പോയാൽ കുറച്ചേ പോകുള്ളൂ. ഇത് സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആണ്, പക്ഷെ പോയാൽ നല്ലോണം പോകും. പോകാനുള്ള സാധ്യത കുറവാണ്, പോയാൽ നല്ലോണം പോകും. ഇവിടെ പോകാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ പോവാണെങ്കിൽ കുറച്ചേ പോകുള്ളൂ. വളരെ വളരെ കുറച്ച്, ഒരു 10 പോയിന്റിന്റെ ഉള്ളിലേക്ക് സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടാർഗറ്റ് ഈ ഹൈ ആയിരിക്കും. അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് അതിന് മുകളിലെ ലെവലെല്ലാം ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എവിടെ നിന്നാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. പിന്നീട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ പിന്നീട് വരുന്ന ക്യാൻഡിൽസ് വീണ്ടും മുകളിലോട്ട് തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്ത് പിന്നെയും മുകളിലോട്ട് കയറുകയാണെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യുന്ന എൻട്രി എടുക്കാം. അതിന്റെ താഴത്തെ ഏതെങ്കിലും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് റിജക്ഷന്റെ താഴെ സ്റ്റോപ്പ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. പ്രൈസ് താഴോട്ട് വന്നു, എന്നിട്ട് വീണ്ടും സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും എന്താണ് കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമുക്ക് മാർക്കറ്റ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പുതിയ ലെവൽസ് ക്രിയേറ്റ് ആവും. ആ ലെവൽസ് ക്രിയേറ്റ് ആകുമ്പോൾ എങ്ങനെയാണ് പുതിയ ലെവൽസ് മാർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഓപ്ഷൻസിന്റെ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് വൃത്തിയായി മനസ്സിലാക്കിയിട്ട് ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് എൻട്രി എടുക്കുന്നവർക്ക് കൃത്യമായും നല്ല നല്ല എൻട്രീസ് എടുത്ത് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു നല്ല കോൾ ഓപ്ഷൻ വന്നിട്ടുണ്ട്, പിന്നീട് ഒരു പുട്ട് ഓപ്ഷൻ, പിന്നെയും കോൾ ഓപ്ഷൻ കുറച്ച് സ്ലോ ആയിരുന്നു, പക്ഷെ സ്റ്റിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ്സ് ഒക്കെ അതിന്റെ ഇടയിൽ നിന്ന് തന്നെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി സെൻസെക്സ് നോക്കാം. സെൻസെക്സിൽ കൃത്യമായിട്ടും നമ്മുടെ റെസിസ്റ്റൻസ് ലെവല് ടച്ച് ആയിട്ടുണ്ടായിരുന്നു, മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ലെവല് കൃത്യമായിട്ടും റെസ്പെക്ട് ചെയ്തു. അവിടുന്ന് കൃത്യമായിട്ടുള്ള റിജക്ഷൻ വന്നു, പ്രൈസ് താഴോട്ട് വീണു. ചെറിയ നിഫ്റ്റിയെ പോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. ശേഷം ഡേയ്സ് ലോവിനെ ബ്രേക്ക് ചെയ്യാതെ റിജക്റ്റ് ആയി മുകളിലോട്ട് പോയി. ആദ്യത്തെ 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ട് ചെയ്ത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിജക്ഷന് താഴെ അല്ലെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ്, പിന്നീട് അതിനെ ബ്രേക്ക് ചെയ്താൽ അടുത്ത ലെവൽ ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എവിടെ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആണ്, ഡേയ്സ് ലോ ആണ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് വരാം. നിഫ്റ്റിയിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പൊ താഴോട്ട് നമുക്ക് ഈ ഒരു ലെവൽ തന്നെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാനുള്ള പുട്ട് ഓപ്ഷനിൽ നല്ല എൻട്രിയും ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ നിന്ന് വീണ്ടും കോൾ ഓപ്ഷൻ. അങ്ങനെ ഈ ഒരു മാർക്ക് ചെയ്ത നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും മാർക്ക് ചെയ്തിട്ടുള്ള സപ്പോർട്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും ഇടയിൽ കിടന്ന് കൺസോൾട്ടേറ്റ് ആവുകയാണ് ചെയ്തത്. പക്ഷെ സ്റ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സാമാന്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് എടുക്കാനും സാധ്യത ഉള്ള ദിവസമായിരുന്നു. മോശം ദിവസം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ലെവൽസ് നമുക്ക് കൃത്യമായിട്ടും വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നാളത്തേക്ക് വേണ്ടിയിട്ട് നിഫ്റ്റിയിലും സെൻസെക്സിലും എന്റെ ലെവൽസ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നിഫ്റ്റിയിൽ നാളത്തേക്ക് വേണ്ടി ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ്. ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ
നിഫ്റ്റി നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഗ്യാപ്പ് ഡൗൺ എന്ത് വേണേലും തരട്ടെ. ഓപ്പണിങ്ങിന് ശേഷം ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയി അത് ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തരുമെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് സൂചിപ്പിക്കുന്നു ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ട് ചെയ്യുന്ന എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യും. അപ്പോൾ നിഫ്റ്റി മുകളിലോട്ടാണ്, അതായത് ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആയി അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റ് ആയിട്ടും പ്രവർത്തിക്കും. അപ്പൊ ആദ്യത്തെ ടാർഗറ്റിനെ, അതായത് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് മുകളിലോട്ട് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് 24,508, 24,526, 24,590, 24,624, 24,657, 698, 718 എന്നിങ്ങനെയുള്ള മുകളിലോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ 24,508 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ, 508, 526 എന്ന് പറയുന്ന ഈ ലെവല് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇതിനെ മറികടന്ന് ഒരു 5 മിനിറ്റ് ക്യാൻഡിലെങ്കിലും മുകളിൽ ക്ലോസ് ആവുകയോ അല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് 24,590, 24,624, 657 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ 24,624നെയും ബ്രേക്ക് ചെയ്ത് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 24,657, 698, 718 നല്ല റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുത്ത് എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പൊ ഈ ലെവലുകൾ തന്നെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ വീണ്ടും ക്യാൻഡിൽസ് മുകളിലോട്ട് കയറിയിട്ട് തൊട്ട് മുൻപത്തെ ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ടാണ് കയറുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും പിന്നീട് ഒന്ന് താഴ്ന്ന സമയത്ത് താഴ്ന്നിട്ട് ഒരു റിജക്ഷൻ വരുമ്പോൾ അവിടുന്ന് വീണ്ടും കോൾ ഓപ്ഷൻ എടുത്തിട്ട് അതിന്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ മുകളിലെ ലെവൽസ് എല്ലാം നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിച്ച് വീണ്ടും മുകളിലോട്ട് തന്നെ കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിലോ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 24,400, 24,335, 24,286, 24,199, 24,152, 136 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 24,335 നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. 24,335, 286 എന്ന് പറയുന്ന ഈ ലെവൽ. സപ്പോസ് 24,286 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 24,199, 24,152, 36, 136 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു 152, 136 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ. 24,136 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ താഴോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളാക്കിയിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി താഴോട്ട് നമ്മളൊരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പൊ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. ഇനി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ വീണ്ടും ക്യാൻഡിൽസ് പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുകയാണ്. തൊട്ട് മുൻപത്തെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഒരു റിജക്ഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ ആ റിജക്ഷനെയും ബ്രേക്ക് ചെയ്ത് വീണ്ടും പുതിയ ലോ വരികയാണെങ്കിൽ വീണ്ടും തരുന്ന ഒരു ഡിസ്കൗണ്ട് തരും. ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുമ്പോൾ അവിടെ നിന്ന് വീണ്ടും പുട്ട് ഓപ്ഷൻ എടുക്കാം. അതിന്റെ മുകളിൽ തന്നെ സ്റ്റോപ്പ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ താഴോട്ടുള്ള ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. താഴോട്ട് പിന്നീട് വരുന്ന ടാർഗറ്റ്സ് ഈ ലെവലുകളായിരിക്കും. അപ്പൊ നിഫ്റ്റിയില് അതിന്റെ താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും മുകളിലോട്ടുള്ള അതിന്റെ ലെവൽസ് ഇങ്ങനെയുമാണ് വരുന്നത്. ഇനി സെൻസെക്സ് എങ്ങനെയെന്നുള്ളത് പരിശോധിക്കാം. നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ സെയിം എൻട്രി മെത്തേഡുകൾ തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ലെവൽസിൽ മാത്രം ചെറിയ വ്യത്യാസം വരും. ചെറിയ വ്യത്യാസമല്ല, ലെവൽസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ സെൻസെക്സ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ എൻട്രി ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി നിഫ്റ്റിയിൽ വിവരിച്ചാണല്ലോ. അതേ സെയിം രീതി തന്നെയാണ് ഇവിടെയും എൻട്രി ഒക്കെ.
മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് ഡിസ്കൗണ്ടിൽ നിന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 80,986, 81,051, 81,183, 81,384, 723, 851, 82, 215 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷൻ മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 80,986, 81,051 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. സപ്പോസ് 81,051 മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാലും നമുക്ക് പിന്നീട് മുകളിലോട്ട് 81,183, 81,384 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലൂ ലൈൻസ്, തിക്ക് ബ്ലൂ ലൈൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ബ്ലൂ ലൈൻസ് ഒക്കെ തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് വരും. അപ്പം മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ ഓപ്ഷൻ എടുത്തിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിജക്ഷന് മുകളിൽ കയറി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലോ വീണ്ടും അത് അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിന്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട്. ഓക്കെ, ഇനി സെൻസെക്സ് ഓപ്പണിംഗിന് ശേഷം ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പൊ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 80,689, 80,487 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് 80,487, 332 ഈ രണ്ട് ലെവലുകളിലെയും മറികടന്ന് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 80,055 പ്രൈസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. പുട്ട് ഓപ്ഷൻ നമുക്ക് താഴോട്ട് ഈ ലെവല് ടാർഗറ്റ് ആക്കി വെച്ചിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് താഴോട്ട്. അപ്പോൾ ഈ 80,055 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 79,856, 79,634, 571 എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് 634, 571. അപ്പോൾ ഈ ലെവലിന്റെ അടുത്ത് നിന്നൊക്കെയാണ് ഒരു റിജക്ഷൻ കിട്ടുന്നതെങ്കിൽ അപ്പോൾ തന്നെ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവുക. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആയാൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ കിട്ടുന്നത്, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത്, അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്ഷൻ വരാതെ ചെറിയ ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിജക്ഷന് താഴെ വീണ്ടും പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തരുന്ന ഡിസ്കൗണ്ട് ഒന്ന് മേലോട്ട് കയറുമ്പോൾ കിട്ടുന്ന റിജക്ഷനിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് തന്നെ ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെൻസെക്സിലും നിഫ്റ്റിയിലും എൻ്റെ ലെവൽസ് ഞാൻ കാണിച്ചു തന്നതുപോലെ ആയിരിക്കും. നാളെ അത് വെച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക. എൻ്റെ പ്ലാനും ഇങ്ങനെ തന്നെ ആയിരിക്കും, യാതൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പം സെൻസെക്സിലെ മുകളിലോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ലെവലുകൾ എങ്ങനെ പെർഫോം ചെയ്തു, ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ വർക്ക്ഔട്ട് ആയി എന്നുള്ളത് നാളത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ ചാർട്ട് റീഡിങ് ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട്, ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യണം കൃത്യമായിട്ടും എന്നുള്ളതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മന്ത്ലി ഒരു ബാച്ച് വെച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനാണെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 3 വീക്കായിരിക്കും ഡ്യൂറേഷൻ ഉണ്ടാവുക. ക്ലാസ്സിൻ്റെ 10,000 ആയിരിക്കും ഫീസ്. എൻ്റെ രീതി ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും ഈ ഒരു രീതി പഠിച്ചാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you next video.